5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരൻ്റെ കരാളഹസ്തത്തിൽ നിന്ന് മോചനം നേടിയ ഭാരതത്തിൻ്റെ അങ്ങ് വടക്ക് ഹിമാലയ സാനുക്കൾക്ക് താഴെ ഡൽഹി ചെങ്കോട്ടയിൽ ബ്രിട്ടീഷുകാരനാൽ അർത്ഥനഗ്നായ ഫക്കീർ എന്ന് വിളിക്കപ്പെട്ട മഹാത്മജി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ലോകമാകെ ഉറങ്ങുമ്പോൾ ആസേത് ഹിമാചലം സ്വാതന്ത്ര്യത്തിൻ്റെ നവഗീതങ്ങൾ പാടിയപ്പോൾ ഇങ്ങ് വടക്ക് നവഖാലിയുടെ തീരത്ത് അർദ്ധനഗ്നനായി ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി ഓടി നടന്ന മഹാത്മജിയുടെ പാദങ്ങളിൽ പ്രണാമം. ഞാനിത് പറഞ്ഞത് കുട്ടീസ്.com-ൽ ഇന്ന് വ്യത്യസ്തമായൊരു വിഷയം പറയുവാനാണ്. ചടുലമായി ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സാഹിത്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല പ്രാസംഗികരാകാം. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഷൈനസ് ഉള്ള ഒരു മേഖലയാണ് കുഞ്ഞുങ്ങളുടെ ഷൈനസ്. അവർക്കറിയാവുന്ന കാര്യങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്നില്ല, അവർക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയുന്നില്ല, പഠിക്കുന്ന കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല. എന്തിനു പറയുന്നു, അവർ വളർന്നു വരുമ്പോൾ അവർക്ക് പ്രസംഗിക്കാൻ പോലും കഴിയുന്നില്ല. ഒരു മീറ്റിങ്ങിൽ വന്നാൽ പ്രസംഗിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെല്ലാ കുട്ടികളും വിചാരിച്ചോണം, നിങ്ങൾ ഭാവിയിൽ നല്ല ജോലി കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രസംഗിക്കുവാൻ അവസരം കിട്ടും. രാഷ്ട്രീയത്തിൽ പോയാൽ പ്രസംഗിക്കണം, സ്കൂളിൽ എന്ത് ജോലി കിട്ടിയാലും നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടും. സ്കൂളിൽ ടീച്ചറായാൽ, ഏതെങ്കിലും ഓഫീസിൽ പോയാൽ, എവിടെ ചെന്നാലും നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടും എന്ന് മാത്രമല്ല, പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക സാഹചര്യം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രസംഗത്തിൻ്റെ പാഠവത്തെക്കുറിച്ച് പഠിക്കണം. കുഞ്ഞുനാൾ മുതൽ പ്രസംഗം പഠിക്കണം. കുട്ടികൾ, അമ്മമാർ ഇത് വളരെ ശ്രദ്ധിക്കണം. വളരെ കുട്ടിനാൾ മുതലേ കുഞ്ഞുങ്ങളെ നല്ല ശബ്ദത്തിൽ പ്രസംഗിച്ച് പഠിപ്പിക്കണം. അതിലൂടെ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, അവരുടെ ശബ്ദത്തിൻ്റെ ഒരു സൗകുമാര്യം കൂടും, അവർക്ക് പഠിക്കാനുള്ള താല്പര്യം കൂടും, പുതിയ വിഷയങ്ങൾ പറയുവാനുള്ള താല്പര്യം കൂടും, ഇതെല്ലാം കൂടും. എങ്ങനെയാണ് നല്ലൊരു പ്രാസംഗികനാകുക? വളരെ ചുരുക്കം വാക്കുകളിൽ ഞാൻ പറയാം. നമുക്കെല്ലാവർക്കുമുള്ളൊരു പ്രശ്നമാണ് സ്റ്റേജ് ഫിയർ. നമുക്ക് കുറച്ച് മുതിർന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റേജിൽ കയറുന്നെന്ന് പറയാനൊരു സ്റ്റേജ് ഫിയർ ഉണ്ട്. അതെങ്ങനെ മാറ്റാം? അതിൻ്റെ ടിപ്പുകൾ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ കണ്ണാടിയുണ്ട്, വീട്ടിൽ നിലക്കണ്ണാടിയുണ്ട്, വലിയ അലമാര ഉണ്ടായിരിക്കും മിക്കവാറും വീടുകളിൽ. നിലക്കണ്ണാടിയുണ്ട്. നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമ്മൾ പ്രസംഗിക്കുക. ചെറിയ ശബ്ദത്തിൽ തുടങ്ങിയാൽ മതി. നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമ്മൾ പ്രസംഗിച്ച് തുടങ്ങുക. ഏറ്റവും ചെറിയ പ്രായത്തിൽ തുടങ്ങിയാൽ അത്രയും നന്ന്. 2, അച്ഛനമ്മമാരുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുക. ഇത് പറയുമ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ആദ്യമൊക്കെ കുറച്ച് എഴുതി കൊടുക്കുകയൊക്കെ വേണം. കുഞ്ഞു കുഞ്ഞു വാക്കുകൾ എഴുതി കൊടുത്ത് അവരെ റെഫർ ചെയ്ത്, അല്ല കടുകട്ടി വാക്കുകളല്ല എഴുതി കൊടുക്കേണ്ടത്, കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ എഴുതി കൊടുത്ത് മാതാപിതാക്കൾ നല്ല ശ്രോതാക്കളായി അവരെ പ്രസംഗിപ്പിക്കണം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും, സ്കൂളുകളിൽ പ്രത്യേകിച്ച് എല്ലാ സ്കൂളുകളിലുമുണ്ട്, കോളേജുകളിലും സ്റ്റേജുകൾ കിടപ്പുണ്ട്. ആ സ്റ്റേജുകളിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സമയമുണ്ട്. ആ സമയത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സ്റ്റേജിൽ കയറി നിന്ന് മുന്നിൽ ഓഡിയൻസ് ഉണ്ടെന്ന് കണക്കാക്കി കൈ ഒന്നിങ്ങനെ പിടിച്ച് ഇതാണ് മൈക്ക് എന്നുള്ള രീതിയിൽ കണക്കാക്കി നന്നായി പ്രസംഗിക്കുക, നന്നായി സംസാരിക്കുക, ഉച്ചത്തിൽ സംസാരിക്കുക. ഇങ്ങനെ സംസാരിച്ച് നമ്മൾ സ്റ്റേജ് ഫിയർ മാറ്റേണ്ടതുണ്ട്. സ്റ്റേജ് ഫിയർ മാറ്റിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. രണ്ടാമത്, നമ്മൾ പ്രസംഗിക്കാൻ കയറുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പ്രസംഗത്തിന് മുമ്പേ ഒരു 8-10 സബ്ജക്റ്റെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം. ആരാണ് നമ്മളെ പ്രസംഗത്തിന് ഒരു മത്സരത്തിന് വിളിച്ചാൽ, ഏത് ഏജൻസിയാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതിയാണ് വിളിക്കുന്നതെങ്കിൽ ശിശുക്കളുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളായിരിക്കും അവർ വിളിക്കുന്നത്. ഏതെങ്കിലും ലൈബ്രറിയാണ് വിളിക്കുന്നതെങ്കിൽ അങ്ങനെയായിരിക്കും. ഇനി കമ്മ്യൂണിസ്റ്റുകാരുടെ ലൈബ്രറി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമായിരിക്കും. കോൺഗ്രസ്സുകാർ നടത്തുന്ന ലൈബ്രറി ആണെങ്കിൽ അങ്ങനെയായിരിക്കും. അതെല്ലാം നമ്മളൊരു ട്രിക്കാണ്, നമ്മൾ പഠിച്ചു വെക്കണം. BJP നടത്തുന്ന ലൈബ്രറി ആണെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. കാരണം അവർ ദേശസ്നേഹം, രാജ്യസ്നേഹം, ദേശീയത എന്നൊക്കെ പറഞ്ഞായിരിക്കും അവർ വിളിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വിഷയത്തെ സംബന്ധിച്ച് ഒരു 7-8 വിഷയം നമ്മൾ നോക്കി വെക്കണം. അതുപോലെ തന്നെ ചെന്ന ഉടൻ തന്നെ നമ്മൾ ആദ്യമായി എല്ലാവരെയും സല്യൂട്ട് ചെയ്യണം. ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞ ജഡ്ജസ്, ഗുരുജനങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി ആരാണോ മുന്നിലിരിക്കുന്നത് അവരെ സല്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ മാർഗം. അപ്പോൾ അവരെ സല്യൂട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് വന്ദനം പറയാം, ഒന്ന് തൊഴാം, എന്നിട്ട് അവരെ സല്യൂട്ട് ചെയ്യുക. സല്യൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ആരംഭിക്കുന്നത്, എനിക്കിന്നിവിടെ സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം ഇന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയം, ഓപ്പറേഷൻ സിന്ദൂർ വിജയമോ പരാജയമോ അല്ലെങ്കിൽ വിജയമാണോ, അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് പറയാനാണ് എന്നൊക്കെ പറയാം നമുക്ക്. അല്ലെങ്കിൽ ഭീകരതയുടെ ദുരന്തമുഖം എന്നൊക്കെയുള്ള വിഷയം നമുക്ക് തന്നിരിക്കും. ഇത് 2 രീതിയിൽ അവതരിപ്പിക്കാം. ഒന്നുകിൽ നമുക്ക് നേരിട്ട് വിഷയം പറയാം, എനിക്കിന്നിവിടെ സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്ലോഗൻ പറഞ്ഞുകൊണ്ടോ ഒരു പാട്ട് പറഞ്ഞുകൊണ്ടോ, ഇപ്പോൾ സ്നേഹത്തെക്കുറിച്ച് ഉള്ള ഒരു വിഷയമാണ് തരുന്നതെങ്കിൽ, സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്ക ജനത്തെയും എന്ന് പറയുന്ന ഒരു 2 വരി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പിന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ മഴയെക്കുറിച്ച് പറഞ്ഞാൽ അമൃതാണ് മഴ, അമൃത് പോലെ സൂക്ഷിക്കണം മഴ, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സല്യൂട്ടേഷൻ തുടങ്ങിയാലും മതി. 2 രീതിയിലും പറയാറുണ്ട്, ചെയ്യാറുണ്ട്. അപ്പോൾ സല്യൂട്ടേഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് വിഷയം അവതരിപ്പിക്കും. വിഷയം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വല്ല ലോ പിച്ചിൽ വേണം തുടങ്ങാൻ. ആദ്യമേ തന്നെ ഹൈ പിച്ചിൽ തുടങ്ങി നല്ല ശബ്ദം ഉണ്ടാക്കി പറഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്താൻ പ്രയാസമായിരിക്കും. അപ്പോൾ ആദ്യം ഒരു ലോ പിച്ചിൽ തുടങ്ങി
ചില കഥകൾ പറയാൻ പറ്റുമെങ്കിൽ കഥകളൊക്കെ വളരെ ചുരുക്കം 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ്, കാരണം ആകപ്പാടെ ചിലപ്പോൾ 5 മിനിറ്റൊക്കെ ആയിരിക്കും പ്രസംഗം കിട്ടുന്നത്. അപ്പോൾ അതും ആദ്യം ചോദിച്ചോണം എത്ര മിനിറ്റാണ് നമുക്ക് പ്രസംഗിക്കുക. ചിലർ 3 മിനിറ്റ്, ചിലർ 5 മിനിറ്റ്, ചിലർ അങ്ങനെ പല തരത്തിലാണ് പ്രസംഗം. പിന്നെ നമ്മൾ നിൽക്കുന്നത് എപ്പോഴും നിൽക്കുന്നത് ഒരു വലിയ വിനയം ഉണ്ടായിരിക്കും ജഡ്ജസിൻ്റെ മുന്നിൽ. വലിയ വിനയത്തോട്, നമ്മൾ നല്ല പ്രാസംഗികരൊക്കെ ആയിരിക്കും, പക്ഷേ വലിയൊരു വിനയത്തോടു കൂടി നിൽക്കണം. അവരെ നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ള വിനയത്തോടു കൂടി വേണം നിൽക്കുവാൻ. എന്നിട്ട് രണ്ടാമത് നമ്മൾ ചില കണക്കുകൾ പറയും. 1947 ആഗസ്റ്റ് 15 അങ്ങനെ സംഭവിച്ചെങ്കിൽ 1950 എന്നൊക്കെ പറഞ്ഞ് ചില വർഷങ്ങൾ പറയുന്നത് നമുക്ക് മാർക്ക് കൂട്ടാൻ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചില സ്ലോഗൻസ് പറയുന്നത് നല്ലതായിരിക്കും. ചില ആളുകളുടെ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ വിൽസൺ ചർച്ചിൽ പറഞ്ഞതുപോലെ, എബ്രഹാം ലിങ്കൻ പറഞ്ഞതുപോലെ അടിമത്തത്തെക്കുറിച്ച് എന്നൊക്കെ പറയുന്ന ഒരു ഭാഷാപരമായ, പിന്നെ ഒരു ഹൈ പിച്ചിലേക്ക് പോകണം. പറഞ്ഞു വരുമ്പോൾ ഹൈ പിച്ചിലേക്ക് വേണമെങ്കിൽ ചില രൂക്ഷമായ സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ നമുക്ക് ജനങ്ങളെ കൈ ചൂണ്ടാം, ഇങ്ങനെ കൊണ്ടേക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ചില ജസ്റ്റേഴ്സ് എന്ന് പറയും, നമുക്ക് ഇഷ്ടമുള്ള ജസ്റ്റേഴ്സ് ചെയ്യാം. അതേസമയം ചില ജസ്റ്റേഴ്സ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചിലർ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നിന്ന് ഫുൾ ടൈം പറയും, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ പിടിച്ചേക്കും ചിലർ. അങ്ങനെ ഏതെങ്കിലും കണ്ടിന്യൂസ് ആയി തുടർച്ചയായി ഒരു ജസ്റ്റർ, അതിന് ജസ്റ്റർ എന്ന് പറഞ്ഞാൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കരുത്. അത് പിന്നെ ഒരു അരോചകമായിരിക്കും. ഒരാൾ ഇങ്ങനെ വന്ന് കൈ കെട്ടിക്കൊണ്ട് നിന്ന് പ്രസംഗിച്ചാൽ വളരെ ബോറായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചൊഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൈ ഇങ്ങനെ പിടിക്കുന്നു, ഏതെങ്കിലും തരത്തിൽ ഒരു, അല്ലെങ്കിൽ ചാരി നിൽക്കുന്നു, ഇങ്ങനെ ഒന്ന് ജസ്റ്റേഴ്സ് കാണിക്കരുത്. അത് പിന്നെ കേട്ടുന്നവർക്ക് അരോചകമായിരിക്കും. അതേസമയം ചൂണ്ടിക്കാണിക്കുക, ചില കൈ ഇങ്ങനെ എടുക്കുക, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ചില സങ്കടപ്പെട്ട് പറയുന്നു, ചില ദുഃഖപരമായ കാര്യങ്ങൾ പറയുമ്പോൾ സന്തോഷത്തോടുകൂടി പറയുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം മത്സരമാണെങ്കിൽ നമുക്ക് ഈ വിഷയം അവതരിപ്പിച്ചതിന് ശേഷം നമുക്ക് ചില ഉപദേശങ്ങൾ പറയാം. ഇപ്പോൾ മാലിന്യത്തെക്കുറിച്ചാണെങ്കിൽ എല്ലാവരും, ഇപ്പോൾ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ജൂൺ 5 പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ദുരുപയോഗത്തെക്കുറിച്ചും ഒക്കെയാണ് വരുന്നതെങ്കിൽ പ്ലാസ്റ്റിക് എങ്ങനെ കുറയ്ക്കണം, പ്ലാസ്റ്റിക് കുറച്ചാലുള്ള ഗുണങ്ങൾ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഓരോരുത്തരും എന്ത് ചെയ്യണം എന്നുള്ള ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു സല്യൂട്ടേഷൻ, നമുക്ക് ആവശ്യമുള്ള ഒരു ഡേറ്റ അവതരിപ്പിക്കൽ, സാഹിത്യത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ പറ്റുമെങ്കിൽ അങ്ങനെ, ഗാനം പറ്റുമെങ്കിൽ അങ്ങനെ, അങ്ങനെ ഇതെല്ലാം പറഞ്ഞു വന്നതിന് ശേഷം അവസാനം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അവസാനവും ഒരു നമസ്കാരം പറയാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഫോർമാറ്റാണ് ഞാൻ പറഞ്ഞത്. ഇനി ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതൊരു kutis.com ആരംഭിച്ചിരിക്കുന്നത് കുട്ടികളെ, കേരളത്തിലെ കുട്ടികളെ ഇത്തരം കാര്യങ്ങളിൽ സജ്ജമാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, അത് റീച്ചായി വരുന്നതേ ഉള്ളൂ. ഇന്നും നമ്മൾ വീഡിയോ ഇടുന്നു. തുടർച്ചയായി വിവിധ വിഷയങ്ങളായിരിക്കും, ഉപദേശമല്ല കൂടുതൽ കുട്ടികൾക്ക് തരുന്നത്, പ്രായോഗികമായി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇന്നലെ തന്നിരുന്നത് ആത്മവിശ്വാസം കൂട്ടുന്നതിന് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. ഇന്ന് നല്ല പ്രാസംഗികനാകുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഓരോ വിഷയം പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണുകയും വേണം, ഇന്നലത്തെ വീഡിയോ കാണുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾ മത്സരങ്ങളിൽ പരമാവധി കുട്ടികൾ പങ്കെടുപ്പിക്കണം. എല്ലാ അച്ഛനമ്മമാരും കുട്ടികളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണം. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാകും, അവർക്ക് കൃത്യമായ വാക്കുകൾ പറയാൻ കഴിയും, അവർക്ക് ഷൈനസ് കുറയും, പഠനത്തിൽ അവർ മികച്ചമുള്ളവരാകും. അതുകൊണ്ട് ഇത് ചെയ്യുക. ഇതിനവസാനം എൻ്റെ മൊബൈൽ നമ്പർ കൂടി കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ നല്ല പ്രാസംഗികനാക്കണമെങ്കിൽ ഞങ്ങളെ കൂടി വിളിക്കുക. സുഭാഷിതം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. സ്കൂളുകൾ, കോളേജുകൾ, സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, ലൈബ്രറികൾ എന്നിവിടങ്ങളിൽ പ്രസംഗ മത്സരങ്ങൾ നടത്താനും പ്രസംഗത്തിൻ്റെ കോഴ്സ് നടത്താനും ഒക്കെ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾ സുഭാഷിതത്തിൽ വിളിക്കുക. ഞങ്ങളുടെ റിസോഴ്സ് പേഴ്സൺമാർ നിങ്ങൾക്ക് ആവശ്യമായ സംവിധാനം ഓഫ്ലൈനിലും ഓൺലൈനിലും ചെയ്തു തരുന്നതാണ്. എല്ലാവർക്കും നന്ദി.